Validity. Validity is another important characteristic of a scientific instrument. The term validity means truth or fidelity. വാലിഡിറ്റി എന്ന് പറയുന്നത് റിലയബിലിറ്റി പോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വാലിഡിറ്റി എന്നുള്ള ഒരു ടേമിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത് ട്രൂത്ത്, അതായത് സത്യസന്ധത എന്നുള്ളതാണ്. Validity refers to the degree to which a test measures what it claims to measure. അതായത് വാലിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് അത് എന്ത് മെഷർ ചെയ്യാനുള്ളതാണോ അത് തന്നെയാണോ അത് മെഷർ ചെയ്യുന്നത് എന്ന് നോക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പേഴ്സണാലിറ്റീൻ്റെ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് വാലിഡ് ആണ് എന്ന് പറയണമെങ്കിൽ ആ ടെസ്റ്റ് പേഴ്സണാലിറ്റി തന്നെ ആയിരിക്കണം അതിലൂടെ മെഷർ ചെയ്യുന്നത്. 3 important properties of validity. First one, validity is a relative term. That means a test is not generally valid. It is valid only for a particular purpose. Then second property is validity is not a fixed property of the test, because validation is not a fixed process, rather an unending process. Third property, validity, like reliability, is a matter of degree and not an all or none property. Next, types of validity. There are 3 types validity. First one, content or curricular validity. Second one, criterion-related validity. And third one, construct validity. Content validity is also known as intrinsic validity or relevance validity or circular validity and representativeness. Content validity is when a test is constructed so that its content of term measures what the whole test claims to measure. That is content or curricular validity. Others validity focus on the content of the test. കണ്ടൻറ് വാലിഡിറ്റിയിൽ ചെക്ക് ചെയ്യുന്നത് നമ്മളുടെ ഒരു ടെസ്റ്റ്, നമ്മൾ മെഷർ ചെയ്യാൻ എടുക്കുന്ന ഒരു ടെസ്റ്റ് നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ കണ്ടൻ്റ് ആണോ അതിലുള്ളത്, അതിലെ ഐറ്റംസൊക്കെ ആ ഒരു കണ്ടൻറ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണോ എന്നുള്ളതാണ് കണ്ടൻറ് വാലിഡിറ്റി. ഇതിൽ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റത്തിനെയും വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. കണ്ടൻറ് ഉണ്ടോ എന്നുള്ളത് കണ്ടൻറ് വാലിഡിറ്റി ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഹോൾ ടെസ്റ്റിൻ്റെയും കണ്ടൻറ് വാലിഡിറ്റി ചെക്ക് ചെയ്യും. എന്നിട്ടാണ് ഇതിന് കണ്ടൻറ് വാലിഡിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പറയുന്നത്. കണ്ടൻറ് വാലിഡിറ്റി റിക്വയേഴ്സ് ബോത്ത് ഐറ്റം വാലിഡിറ്റി ആൻഡ് സാമ്പിളിംഗ് വാലിഡിറ്റി. കണ്ടൻറ് വാലിഡിറ്റിയിൽ നമ്മൾ ഐറ്റം വാലിഡിറ്റിയും അതുപോലെ തന്നെ സാമ്പിളിംഗ് വാലിഡിറ്റിയും ചെക്ക് ചെയ്യുന്നുണ്ട്. ഐറ്റം വാലിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഐറ്റവും കറക്റ്റ് കണ്ടൻറ് തന്നെയാണോ എന്നുള്ളതാണ്. സാമ്പിളിംഗ് വാലിഡിറ്റി നമ്മൾ ഉദ്ദേശിച്ച കണ്ടൻറ് ഉദ്ദേശിച്ച സാമ്പിളിൽ തന്നെയാണോ അത് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഇൻ്റലിജൻസ് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻ്റലിജൻസ് ടെസ്റ്റ്. അപ്പം അതിൽ ഐറ്റം വാലിഡിറ്റി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിലെ ഓരോ ഐറ്റംസും ഇൻ്റലിജൻസ് ഫാക്റ്റ് ആയിരിക്കണം അതിലുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പിളിംഗ് വാലിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഐറ്റംസ് ചിൽഡ്രൻസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ അതിന് സാമ്പിൾ വാലിഡിറ്റി ഉണ്ടെന്ന് പറയാൻ കഴിയുകയുള്ളൂ. കണ്ടൻറ് വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ് ഈസ് എക്സാമിൻഡ് ഇൻ 2 ways. First one, by the expert's judgment and by statistical analysis. For example, the investigator wants to examine the content validity of a test on Indian history. The items of the test will be submitted to a group of subject matter experts. അതായത് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റർക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലുള്ള ഒരു ടെസ്റ്റാണ് ചെയ്യേണ്ടതെങ്കിൽ അതിലെ ഐറ്റംസ് അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പേർട്ടേഴ്സിന് കാണിച്ചു കൊടുക്കും. അവർക്കത് സബ്മിറ്റ് ചെയ്യും. എന്നിട്ടാണ് അങ്ങനെയാണ് കണ്ടൻറ് വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നത്. ഇത് ഒരു മെത്തേഡാണ്. ദെൻ അനദർ മെത്തേഡ് ഫോർ എക്സാമിനിങ് കണ്ടൻറ് വാലിഡിറ്റി ഈസ് statistical analysis.
സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ നമ്മൾ കണ്ടൻറ് വാലിഡിറ്റി കാണാൻ വേണ്ടിയിട്ട് ഇൻറ്റേർണൽ കൺസിസ്റ്റൻസി ടെസ്റ്റാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കോറിലേഷൻ ടെസ്റ്റ്. ഈ രണ്ട് ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടൻറ് വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നത്. കണ്ടൻറ് വാലിഡിറ്റി കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റുകളിൽ അല്ലെങ്കിൽ പ്രൊഫിഷ്യൻസി ടെസ്റ്റുകളിലാണ്. കണ്ടൻറ് വാലിഡിറ്റിയിൽ വരുന്ന മറ്റൊരു ടേമാണ് ഫേസ് വാലിഡിറ്റി. Face validity refers not to what the test actually claims to measure, but to what it appears to measure specifically. ഫേസ് വാലിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മളതിൻ്റെ അപ്പിയറൻസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതാണ് ഫേസ് വാലിഡിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് വാലിഡിറ്റി വാസ് Criterion-related validity. Criterion-related validity is very common and popular type of test validity. Criterion-related validity എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട്, അതായത് പ്രസൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവൈലബിൾ ആവാൻ പോകുന്ന ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മളുടെ ടെസ്റ്റ് സ്കോറിനെ കമ്പയർ ചെയ്യുന്നതാണ് Criterion-related validity. Criterion-related validity two types ആണ്. ഫസ്റ്റ് വൺ predictive validity, then concurrent validity. First one, predictive validity. It is also known as empirical validity or statistical validity. Predictive validity is a test is correlated against the criterion to be made available sometime in the future. അതായത് ഫ്യൂച്ചറിൽ അവൈലബിൾ ആകാൻ പോകുന്ന ഒരു ക്രൈറ്റീരിയയുമായിട്ട് ടെസ്റ്റ് സ്കോറിനെ കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ കോറിലേറ്റ് ചെയ്യുന്നതാണ് പ്രിഡിക്റ്റീവ് വാലിഡിറ്റി. ഫോർ എക്സാമ്പിൾ, പോസ്റ്റ് ഗ്രാജുവേറ്റ് അഡ്മിഷൻ നടക്കുന്ന സമയത്ത് കുട്ടികളുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്തു. അവരുടെ സക്സസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്തിട്ട് അവരെ ABCD ആൻഡ് E എന്ന് കാറ്റഗറൈസ് ചെയ്തു. അതിൽ A എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ്, E ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെ 2 വർഷത്തിന് ശേഷം അവരുടെ അക്കാദമിക് പെർഫോമൻസ് വെച്ചിട്ട് അവരെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തു. അപ്പം ഈ 2 ടെസ്റ്റുകളും, അതായത് 2 വർഷം മുന്നേ ചെയ്തതും അത് കഴിഞ്ഞിട്ട് ചെയ്ത 2 ടെസ്റ്റുകളുടെ സ്കോർ തമ്മിൽ കോറിലേറ്റ് ചെയ്തിട്ട് അതിൽ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതാണ് പ്രിഡിക്റ്റീവ് വാലിഡിറ്റി. നെക്സ്റ്റ് സബ് ടൈപ്പ് ഓഫ് Criterion-related validity is concurrent validity. Concurrent validity is very similar to predictive validity, except that there is no time gap in obtaining test scores and criterion scores. അതായത് പ്രിഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ 2 years കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ടെസ്റ്റ് നടത്തുന്നത്. ഇവ രണ്ടും തമ്മിലാണ് കോറിലേറ്റ് ചെയ്യിക്കുന്നത്. എന്നാൽ കൺകറൻറ്റ് വാലിഡിറ്റിയിൽ നമ്മൾ ടൈം ഗ്യാപ്പ് കൊടുക്കുന്നില്ല. ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്കോർസ് തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. സോ കൺകറൻറ്റ് വാലിഡിറ്റി പ്രസൻറ്റ് സ്റ്റാറ്റസ് ആണ് ഡയഗ്നോസ് ചെയ്യുന്നത്. Third type of validity is construct validity. The term construct validity was first introduced in 1954 in the technical recommendations of the American Psychological Association, and since then it has been frequently used by measurement theorists. കണ്ടൻറ് വാലിഡിറ്റിനെയും അതുപോലെ ക്രൈറ്റീരിയൻ-റിലേറ്റഡ് വാലിഡിറ്റിനെയും വെച്ചിട്ട് നോക്കുമ്പോൾ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് മോർ കോംപ്ലക്സ് ആൻഡ് ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ മറ്റ് 2 വാലിഡിറ്റീസും അതിൽ സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്ത സമയത്താണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നത്. കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ഈസ് ആൾസോ നോൺ ആസ് ഫാക്ടോറിയൽ വാലിഡിറ്റി ആൻഡ് trait validity. Anesthesia defined construct as a non-observable trait such as intelligence, anxiety, etc. അതായത് കൺസ്ട്രക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
ഒബ്സർവ് ചെയ്യാൻ കഴിയാത്ത ട്രീറ്റ് ആണെന്നാണ് പറയുന്നത്. The process or steps of construct validation involves specifying the possible different measures of the construct. Second one, determining the extent of correlation between all or some of those measures of construct. Then third one, determining whether or not all or some measures act as if they were measuring the construct.